ഇന്ന് നമ്മൾ അമ്മാമ്മയുടെ വീട്ടിൽ പോയൊരു വ്ളോഗാണ് കാണുന്നത്. അവിടെ ചെന്ന് ആദ്യം തന്നെ നമുക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അമ്മണിയുടെ ഒരു ഡാൻസ് എടുക്കാനായിരുന്നു തീരുമാനം. ഡാൻസ് എടുക്കുന്ന കാര്യം എല്ലാ രീതിയിലും പാളിപ്പോയിട്ടുണ്ട്. അമ്മണി തന്നെയാണ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടാണ് അവളുടെ പേജിൽ ഇപ്പോൾ ഡാൻസ് ഒന്നും വരാത്തത്. അമ്മണി വെറുതെ ഇരുന്ന് കരയണ നാടകീയ രംഗമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ അമ്മാമ്മ ആൻഡ് ഇതാണ് നമ്മുടെ അമ്മായി. രണ്ടുപേർക്കും ക്യാമറയിൽ വരാൻ ഇഷ്ടമല്ല, വീഡിയോയിൽ വരാൻ. പിന്നുള്ളത് ശബരിയുടെ മൂടുന്നാകെ ശരിയല്ലായിരുന്നു. അവനാകെ കലിപ്പിലാണ്. അമ്മണിയായിട്ട് തല്ലുപിടിച്ച് നിൽക്കുകയാണ്. അമ്മയുടെ അടുത്ത് പോയി കരയണതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പാവം ശബരി. അമ്മാമ്മയാണെങ്കിൽ രാത്രി ചായ കുടിക്കണം, ചോറിനാൻ ടൈമായപ്പോൾ ചായ കുടിക്കണം. അമ്മണി ഒരു കട്ട്ലേറ്റായിട്ട് വന്നിട്ട് ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചതാണ്. മുഴുവൻ കടിച്ചപ്പോൾ അവൾ എന്നെയും ചീത്ത പറഞ്ഞുകൊണ്ട് പോണതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ അവിടെ ഉള്ളി ഉപ്പിലിട്ട് വെച്ചേക്കണ കണ്ടപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നി. അത് ഒരെണ്ണമെടുത്ത് വായിലിട്ടത് എനിക്ക് ഓർമ്മയുള്ളൂ. അതുപോലെ തന്നെ ഞാനതങ്ങ് തുപ്പി. ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റ് ഒന്നും അല്ലായിരുന്നത്. എന്തോ എനിക്കിഷ്ടമായില്ല, പാറൂരും ഇഷ്ടമായില്ല. ഓരോരോ സാധനങ്ങൾ കണ്ട് കഴിക്കാൻ തന്നതാണ് ഞങ്ങൾ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ചുക്കയാണ്. അമ്മായി ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ്. അടിപൊളി സാധനമാണ്, വെറൈറ്റി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ നമുക്ക് സാലഡ് ഉണ്ടാക്കി തരാണ് അമ്മായി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്തെ തന്നെ ഇന്ന് ഡിന്നർ കഴിക്കാനിരുന്നു. കാരണം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിച്ച്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇടാനും വീട് മുഴുവൻ ലൈറ്റ് ഇട്ട് കത്തിക്കാൻ പോണെയാണ്. അങ്ങനെ വീട്ടിൽ നിറച്ചും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആകെ ലൈറ്റായി. ഇപ്പോൾ മൊത്തം DJ പാർട്ടി പോലെയുണ്ട്. വീട്ടിൽ ഫ്രണ്ടിൽ DJ പാർട്ടി. ഞാൻ പാറൂടെ മെയിനായിട്ട് വന്നത് അവളുടെ എന്തോ കൂപ്പൺ എടുപ്പിക്കാനാണ്. അവൾ ഓരോ തട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാം പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. കൂപ്പണൊക്കെ എല്ലാവരും എടുത്ത് വെറുതെ പൈസയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി രാത്രിയൊക്കെ ആയി, വീട്ടിൽ പോകാൻ സമയമായി. അപ്പം അമ്മണിക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത വ്ളോഗായിട്ട് കാണാം. അതുവരെ ബായ്.